ഡിയർ സ്റ്റുഡൻസ്, ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് അഡ്വാൻസ്ഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതിനുശേഷം ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് ഓഫ് അല്ലെങ്കിൽ സ്ട്രാറ്റജിക് റോൾ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് അത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ടാണ് ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിന് സ്ട്രാറ്റജിക് പ്ലാനിങ് ആവശ്യമായി വരുന്നത്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക് പ്ലാനിലേക്ക് സ്ട്രാറ്റജിക് റോളിലേക്ക് പോകേണ്ട ആവശ്യം എന്താണ്? അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു, വളരെ ഡീപ്പായിട്ട് വളരെ ലോങ് ടേമിലേക്കുള്ള പ്ലാനിങ് അവിടെ അത്യാവശ്യമാണ് നമ്മൾ പഠിച്ചു. അതുകൊണ്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിനെ സ്ട്രാറ്റജിക് റോള് എവിടെ എടുക്കേണ്ടി വരുന്നത്? ഫാക്ടറികളിൽ എടുക്കേണ്ടി വരും. അടുത്ത ഹെഡ് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആണ്, ഓർ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ്. ഒരു മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പോൾ അതിൽ ആദ്യത്തെ രണ്ട് ഫങ്ഷനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത രണ്ട് ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. പ്ലാനിങ് ഓഫ് അക്കൗണ്ടിങ് ഫങ്ഷനും കൺട്രോളിങ്. അപ്പോൾ അതിൽ പ്ലാനിങ് ഓഫ് അക്കൗണ്ടിങ് ഫങ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്? ഒരു ബിസിനസിൻ്റെ എ ടു സെഡ് പ്ലാനിങ് ഓഫ് ഫിനാൻസ് ആൻഡ് അതർ ഫങ്ഷൻസ്. അപ്പോൾ അവിടെ ബഡ്ജറ്റിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മുഴുവൻ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഒരു ബിസിനസ് കൺസൾട്ടൻറ്റ് എന്നുള്ള രീതിയിൽ, അതല്ലെങ്കിൽ കുറച്ചുകൂടി കടന്ന് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ് പാർട്ട്ണർ, മാനേജ്മെൻറ്റിൻ്റെ ഒരു ബിസിനസ് പാർട്ട്ണർ എന്നുള്ള രീതിയിൽ വരെ ആര് എത്തേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ഫങ്ഷൻസ് വരെ ആര് ചെയ്യേണ്ടിയിരിക്കുന്നു? മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് നിർവഹിക്കേണ്ടി വരും. അടുത്തത് കൺട്രോളാണ്. കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിസിനസ് ആക്ടിവിറ്റിയുടെ ടോട്ടൽ കൺട്രോൾ, അല്ലെങ്കിൽ കൺട്രോൾ ആണ് നമുക്കറിയാം എന്താണ് ബിസിനസിന്റെ സക്സസ് എന്ന് പറയുന്നത്. അപ്പൊ കൺട്രോളിങ്ങിനെ പല ടെക്നീക്സ് പറഞ്ഞു. നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് പറഞ്ഞു, ബഡ്ജറ്ററി കൺട്രോൾ പറഞ്ഞു, മാർജിനൽ കോസ്റ്റിംഗ് പറഞ്ഞു. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് വെച്ചിട്ടാണ് ഒരു ബിസിനസ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക? കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ കൺട്രോളിങ്ങിന്റെ ഭാഗമായിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇംപ്ലിമെന്റ് ചെയ്യാം, ബഡ്ജറ്ററി കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞു. ഞാനിപ്പോൾ അതൊന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ രണ്ട് പോയിന്റ്സ് പറഞ്ഞത്. നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് നോക്കാം. തേർഡ് പോയിന്റ് ഓഫ് ഫങ്ഷൻ, that is reporting. The top management request the management accountant to prepare the report for the root causes for an unfavorable event or operations. In this report, the accountant can pinpoint real reasons and the persons who are responsible. അപ്പോൾ റിപ്പോർട്ടിങ്ങിലെ കൃത്യമായിട്ട് അതിൻ്റെ കോസസ് ഫോർ ആൻ അൺഫേവറബിൾ ഇവന്റ് ഓർ ഓപ്പറേഷൻസ് ഇത് കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം എന്നും മാത്രമല്ല അതിൽ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്യണം ദ റിയൽ റീസൺസ് ആൻഡ് ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ. നമ്മൾ നേരത്തെ റെസ്പോൺസിബിലിറ്റി സെന്ററിന്റെ കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ റെസ്പോൺസിബിലിറ്റി സെന്റർ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ബിസിനസ്സിനെ പല ഏരിയാസ് ആയിട്ട്, പല പോക്കറ്റുകളായിട്ട്, പല ഡിപ്പാർട്ട്മെന്റുകളായിട്ട്, അതല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിനെ കൂടി ഒന്നുകൂടി എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. പല ഡിഫറെന്റ് ഏരിയാസ് ആയിട്ട് എന്താണ് ബിസിനസ്സിനെ ഡിവൈഡ് ചെയ്യുകയും അതിനൊക്കെ ഓരോ റെസ്പോൺസിബിലിറ്റി സെന്റർ ആയിട്ട് മാറ്റുകയും ചെയ്യുന്നു. ഓരോ റെസ്പോൺസിബിലിറ്റി സെന്ററിന്റെ മാനേജർക്കും അല്ലെങ്കിൽ അതിന്റെ ലീഡർക്കും ഒരു കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അസൈൻ ചെയ്ത് കൊടുക്കും. ദെൻ നമുക്കറിയാം ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിയുടെ കൃത്യമായിട്ടുള്ള റിസൾട്ട് എന്താണെന്ന് നമുക്കറിയാം.
അപ്പോൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ ഏരിയാസിനെയും സെക്ഷൻസിനെയും റെസ്പോൺസിബിലിറ്റി സെന്ററുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയും അവിടെയൊക്കെയുള്ള ലീഡേഴ്സിന് കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അലോക്കേറ്റ് ചെയ്ത് അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയും ചെയ്താൽ ബിസിനസിന്റെ ആക്ച്വൽ റിസൾട്ട് നമ്മൾ ബഡ്ജറ്റ് റിസൾട്ടായിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിസൾട്ടായിട്ട് കമ്പയർ ചെയ്ത് നമ്മൾ അതിന്റെ കോസ്റ്റ് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ വേരിയൻസ് അനാലിസിസിലേക്ക് പോയി കഴിഞ്ഞാൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ്, ഏത് ഏരിയയിലാണ്, ഏത് പേഴ്സൺ ആണ് റെസ്പോൺസിബിൾ എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അങ്ങനെയുള്ളൊരു റിപ്പോർട്ടായിരിക്കണം മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആർക്ക് കൊടുക്കേണ്ടത്? മാനേജ്മെന്റിനെ നൽകേണ്ടത്. അപ്പൊ മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും അത്തരമൊരു റിപ്പോർട്ടാണ്. കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് പറയാൻ പറ്റണം. അപ്പൊ നമുക്കറിയാലോ, ഒരു പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ അത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ചില ഡീവിയേഷൻസ് അല്ലെങ്കിൽ ഡിഫറൻസസ് അതിൽ വന്നു. ആ ഡിഫറൻസസ് വരാനുള്ള റീസൺസ് എന്താണ്? അപ്പൊ റീസൺസ് ചെക്ക് ചെയ്ത് പോകുമ്പോൾ അതിന്റെ പിന്നിലുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺസ് ആരാണ്, അത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യാനും ആരാവശ്യപ്പെടുന്നു? മാനേജ്മെന്റ് ആവശ്യം. അപ്പൊ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ആരുടെ? മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. Then fourth point, coordinating. The management accountant consults all levels of management for framing a policy or an action program. Such a type of consultation brings coordination between the accounts department and the top management. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു ഏരിയ മാത്രമാണ്. ഇപ്പോൾ കോർഡിനേറ്റിംഗ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യുന്നു? എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെന്റിനെയും കൺസൾട്ട് ചെയ്യുന്നു ഫോർ ഫ്രെയിമിംഗ് എ പോളിസി ഓർ എൻ ആക്ഷൻ പ്രോഗ്രാം. മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഒരു ആക്ഷൻ പ്രോഗ്രാം ഉണ്ടാക്കുന്ന സമയത്തായാലും ഒരു പോളിസി ഫോർമേഷന്റെ ഭാഗമായാലും മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ലെവൽസിലുള്ള മാനേജേഴ്സിനെ അല്ലെങ്കിൽ ഒരേ ലെവലിൽ തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള മാനേജേഴ്സിനെ കൺസൾട്ട് ചെയ്യും. അപ്പോൾ ഡിഫറെന്റ് ലെവൽസിലുള്ള മാനേജേഴ്സിനെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ടോപ്പ് ലെവല് അതോറിറ്റീസിനെ കൺസൾട്ട് ചെയ്യാം. കാരണം ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ ഫ്യൂച്ചറാണ്, അല്ലേ? അപ്പോൾ പ്ലാൻ സെറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബിസിനസിനെ സംബന്ധിച്ച്. അപ്പോൾ പ്ലാൻ സെറ്റ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ മാനേജ്മെന്റ് അക്കൗണ്ടന്റിനെ പല ഡിഫറെന്റ് ലെവൽസിലുള്ള അല്ലെങ്കിൽ ഡിഫറെന്റ് ലെവൽസിലുള്ള മാനേജേഴ്സുമായിട്ട് കൺസൾട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കൺസൾട്ട് ചെയ്യുന്നത് തന്നെ എന്തിന്റെ ഒരു ബേസ് ആണ്? ഈ കോർഡിനേറ്റിംഗ്, കൃത്യമായിട്ടുള്ള കോർഡിനേഷൻ അവിടെ ഉണ്ടാകുന്നു. രണ്ട്, ഈ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് തന്നെ എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഒരേ ലെവലിൽ തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലെ മാനേജേഴ്സുമായിട്ടും കൺസൾട്ട് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ബിസിനസ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ലെവൽസ് ഓഫ് എൻ ഓർഗനൈസേഷൻ or different level managers of an organization is very important. Then it is the function of management accountant. It is a separate function of management accountant. Then next, fifth point, interpreting. The accounting information is modified and presented before the management with the interpretation. The interpretation is made in different phases. If so, real reasons for the operating results can be understood by the management. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്നുള്ളത്. അപ്പൊ ഇന്റർപ്രിട്ടേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻസിനെ മോഡിഫൈ ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്തിട്ടാണ് എവിടേക്ക് എത്തുന്നത്? ടോപ്പ് ലെവൽ അതോറിറ്റീസിന്റെ കയ്യിലേക്ക് എത്തുന്നു. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ നിന്നാണ്. കഴിഞ്ഞ 2 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് SOFPയും SOPLും ഒക്കെ ഉപയോഗിച്ച്
നമ്മൾ എന്ത് കാണുന്നു? ഫിനാൻഷ്യൽ അനാലിസിസ് നടത്തുന്നു, അല്ലെങ്കിൽ അതൊരു ടൈപ്പ് ഓഫ് എന്താണ്? ക്യാഷ് ഫ്ലോ അനാലിസിസ് നടത്തുന്നു. അങ്ങനെ ക്യാഷ് ഫ്ലോ അനാലിസിസ് നടത്തി അപ്പൊ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? അതിന്റെ ക്യാഷ് ഫ്ലോസ് എന്തൊക്കെയാണ്, ക്യാഷ് ഔട്ട് ഫ്ലോസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവും. എന്നാൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. എന്താണ് അങ്ങനെ വരാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ മാസം ക്യാഷ് ഫ്ലോസ് ഇങ്ങനെ വരാനുള്ള കാരണം എന്താണ്? ഇത് കൃത്യമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷനോട് കൂടിയിട്ടാണ് മാനേജ്മെന്റ് കയ്യിൽ എന്ത് ചെയ്യുന്നു? ഇത് ഡാറ്റാസ് എത്തുന്നു. അപ്പൊ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ മാനേജ്മെന്റിന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മനസ്സിലാകാത്ത മാനേജ്മെന്റ് പേഴ്സൺസിന് പോലും ഇന്റർപ്രിട്ടേഷനിലൂടെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് റേഷ്യോ അനാലിസിസ്, കഴിഞ്ഞ കുറച്ച് വർഷത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കുന്നു, അതല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷൻ എന്താണെന്ന് നോക്കും. അല്ലെ, ലിക്വിഡിറ്റി പൊസിഷൻ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ ചെറിയ റേഷ്യോസ് വെച്ചിട്ട് ഏറ്റവും പ്രൈമറി ആയിട്ട് കാണുന്ന ഒരു റേഷ്യോ ആണ് കറണ്ട് റേഷ്യോ. ദെൻ എന്താണ് ലിക്വിഡ് റേഷ്യോ. ഈ രണ്ട് റേഷ്യോ ഉപയോഗിച്ച് നമുക്ക് ഷോർട്ട് ടൈം ലിക്വിഡിറ്റി അസസ് ചെയ്യാം ഒരു ഫേമിന്റെ. അപ്പൊ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി പഠിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ഫേമിന്റെ ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഫേമിന്റെ റേഷ്യോ, കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 3:1 ആണ്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് അത് ഇന്റർപ്രറ്റ് ചെയ്യുന്നു. എന്താണ് 3:1? എന്താണ്, കുഴപ്പമില്ല, ബെറ്റർ ആണ്. പക്ഷെ കറണ്ട് അസറ്റ് കുറച്ച് കൂടുതലാണ്. ഐഡിയൽ റേഷ്യോനേക്കാളും ചെറിയ വ്യത്യാസം ഈ റേഷ്യോയിലുണ്ട്. വലിയ ഒരു പ്രോബ്ലം ഉള്ള ഒരു കണ്ടീഷൻ അല്ല 3:1 എന്ന് പറയുന്നത്. ബട്ട് 2:1 ഇസ് ദ ഐഡിയൽ റേഷ്യോ. അപ്പൊ 2:1 ആണ് ഐഡിയൽ എന്നും 3:1 എന്ന് പറയുമ്പോൾ കുറച്ച് എന്താണ് ലിക്വിഡ് അസറ്റ്സ് കുറച്ച് കൂടുതലുണ്ട് എന്നും അവരെന്ത് ചെയ്യുന്നു? പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല അതിന്റെ കാരണത്തിലേക്ക് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പോകുന്നു. എന്തൊക്കെയാകാം കാരണം? ഒന്ന്, ലിക്വിഡ് ക്യാഷ് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാകാം. അതാവാനുള്ള സാധ്യതയില്ല. ഞാനൊരു ഒരു ഒരു ചാൻസ് പറഞ്ഞാണ്. ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും അതാവാനുള്ള സാധ്യത കുറവാണ്. പക്ഷെ മറ്റൊരു കാര്യത്തിന് സാധ്യത കൂടുതലുണ്ട്. സ്റ്റോക്ക്, ഡെഡ് സ്റ്റോക്ക് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാകാം. റോ മെറ്റീരിയൽസിന്റെ സ്റ്റോക്ക് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതാകാം. മനസ്സിലായോ? അല്ലെങ്കിൽ കടം കൂടുതൽ കൊടുക്കുന്നതാകാം. അപ്പൊ ഇത് ഏത് ഏരിയ ആണ് നമുക്ക് ആ റേഷ്യോ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കറിയാം എന്താണ് ഈ ബിസിനസ്സിന് ഡെഡ് സ്റ്റോക്ക് കൂടുന്നതാണോ ഇതിന്റെ കാരണം. അതാണെങ്കിൽ പ്രോബ്ലം ആണ്, ഡെഡ് സ്റ്റോക്ക് ഉണ്ടാവാൻ പാടില്ല. റോ മെറ്റീരിയൽസ് കൂടുന്നതാണോ? അതാണെങ്കിൽ എന്താണ്, റോ മെറ്റീരിയൽസ് ഷോർട്ടേജ് ഉള്ള ബിസിനസ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പൊ ഇത് കൃത്യമായിട്ട് ഇതിന്റെ റിസൾട്ട് നമ്മുടെ മാനേജ്മെന്റിനെ ഇന്റർപ്രറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താലാണ് അത് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ആർക്ക് സാധിക്കുള്ളൂ? മാനേജ്മെന്റിന് സാധിക്കുള്ളൂ. അപ്പൊ ഇത്തരം ഇന്റർപ്രിട്ടേഷൻസ് അല്ലെങ്കിൽ ഇന്റർപ്രറ്റിംഗ് നടത്താനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കണം? മാനേജ്മെന്റ് അക്കൗണ്ടന്റിന് ഉണ്ടായിരിക്കണം. അപ്പൊ ഇന്റർപ്രറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫംഗ്ഷനാണ് ആരുടെ? മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ദെൻ നെക്സ്റ്റ് ഈസ് ഇവാലുവേഷൻ. He has to evaluate the effectiveness of policies, organization structure, and the procedures adopted for attaining the objectives. For this, he has to consult the same with the functional managers and top executives. Now, evaluation. He has to evaluate the effectiveness of policies, organization structure, and the procedures adopted for attaining the objectives. ഇപ്പോൾ ഇവിടെ ഈ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പറഞ്ഞത് കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് ആക്ടിവിറ്റീസ് ഓർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് എന്ന് പറയും. അതായത് ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു കോർഡിനേഷൻ, ഡിഫറെന്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റിന്റെ ഒരു കോർഡിനേഷൻ സ്വാഭാവികമായിട്ട് വരും. കാരണം എന്താണ്? ഫോർമുലേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് എന്ത് ആയിട്ട് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോർഡിനേഷനിലൂടെ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ.
അതിന്റെ ഭാഗമായിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യുന്നു? ഡിഫറെന്റ് ലെവൽസ് മാനേജീരിയൽ പേഴ്സൺസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. ദെൻ ഇറ്റ് വർക്ക്സ് കോർഡിനേഷൻ ഓർ ഇറ്റ് ഇംപ്രൂവ്സ് കോർഡിനേഷൻ എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചത്. അതുപോലെ തന്നെ ഈ കോർഡിനേറ്റഡ് അല്ലെങ്കിൽ കോർഡിനേറ്റഡ് ആക്ടിവിറ്റീസ് പോലെ തന്നെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നേരത്തെ ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള പോളിസീസ്, ദാറ്റ് ഈസ് ആ പോളിസീസ് ഒക്കെ ഇവാലുവേറ്റ് ചെയ്യാനുള്ള ചെയ്യുന്നതിനുള്ളൊരു ഫങ്ഷൻ കൂടി ആർക്കുണ്ട്? മാനേജ്മെന്റ് അക്കൗണ്ടന്റിനുണ്ട്. അപ്പോൾ ഇവാലുവേഷൻ ഓഫ് ദി എഫക്റ്റീവ്നെസ് ഓഫ് പോളിസീസ്, നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള പോളിസീസിന്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക. ഈ പ്ലാൻസ് ആൻഡ് പ്രോഗ്രാംസ് ഒക്കെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻസും പ്രോഗ്രാംസിന്റെയും എഫക്റ്റീവ്നെസ് നമ്മൾ എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പോൾ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ്സിന് ഒരു പ്ലാൻ ഉണ്ടാക്കുന്നു, ഒരു പ്രൊസീജിയർ ഉണ്ടാക്കുന്നു. ആ പ്രൊസീജിയർ വർക്ക് ചെയ്തു പോകുമ്പോൾ അതിൻ്റെ എഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ആര് ചെയ്യേണ്ട ജോലിയാണ്? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് നടത്തേണ്ട ഒരു ജോലിയാണ്. ദെൻ ഓർഗനൈസേഷൻ സ്ട്രക്ചർ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇവാലുവേഷൻ ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞെന്താണ്? വെൽ ഡിഫൈൻഡ് ആൻഡ് എക്സ്പ്ലെയിൻഡ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആയിരിക്കണം നമുക്ക് ഉണ്ടായിരിക്കുന്നത്. വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, അല്ലേ? കൃത്യമായിട്ടുള്ള ഡെഫിനിഷൻസ് ഉണ്ടായിരിക്കും, കൃത്യമായിട്ടുള്ള അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കണം. അത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലേ? അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ ഇവാലുവേഷൻ ഓഫ് എന്താണ്? പോളിസീസ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് പ്രൊസീജിയേഴ്സ് അഡോപ്റ്റഡ് ഫോർ അറ്റൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ കൃത്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഫങ്ഷണൽ മാനേജേഴ്സിനോടും ടോപ്പ് എക്സിക്യൂട്ടീവ്സിനോടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് വേണം എന്ത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ, ആ പെർഫോമൻസ് ഇവാലുവേഷൻ നമ്മൾ നടത്താം. Then 7th point, advising. He has to advise the management in order to improve the performance of operations. നേരത്തെ ഇന്റർപ്രിട്ടേഷൻ കഴിഞ്ഞു, ഇവാലുവേഷൻ കഴിഞ്ഞു. ദെൻ എന്ത് ചെയ്യണം? അഡ്വൈസിങ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാണ്. കാരണം ഈ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആണ് അഡ്വൈസ് ചെയ്യേണ്ടത് മാനേജ്മെന്റിന് എങ്ങനെയാണ് ഇംപ്രൂവ് ചെയ്യുന്നത്. മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ അദ്ദേഹമാണത് എന്ത് ചെയ്യുന്നത്? ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത്, ഇവാലുവേഷൻ നടത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് അത് അനാലിസിസ് നടത്തുന്നത്. അപ്പൊ അനാലിസിസ് നടത്തുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അഡ്വൈസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല കൃത്യമായിട്ടുള്ള ഫോർകാസ്റ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആളുകളായിരിക്കും എവിടെ ഉണ്ടായിരിക്കുക? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആയിരിക്കും. അപ്പൊ കൃത്യമായിട്ട് മാനേജ്മെന്റിനെ അഡ്വൈസ് ചെയ്യാൻ പറ്റും ഹൗ ടു ഇംപ്രൂവ് ദ പെർഫോമൻസ് ആൻഡ് ഓപ്പറേഷൻസ്. ദെൻ നെക്സ്റ്റ് ഈസ് administration of tax. A business organization is liable to pay goods and services tax, income tax and other taxes to the local government, self-government and the central government. In this aspect, the management accountant is expected to determine the taxes payable and maintain the accounting records as the case may be. അപ്പോൾ ഈ ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. ടാക്സബിൾ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫൈനലൈസ് ചെയ്യുക, ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റിന്റെ ജോലിയാണ്. പക്ഷേ ടാക്സ് പ്ലാനിങ് ആൻഡ് ടാക്സ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ് കൂടി വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം നമുക്കറിയാം GST ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, അതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പം GST എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം വലിയ കൺസേൺസിന് GST ഇപ്പം നമുക്ക് നമ്മുടെ സപ്ലയർ മുംബൈയിലാണ്, നമ്മൾ വലിയ ലോട്ടായിട്ട് പർച്ചേസ് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പം മുംബൈയിൽ നിന്ന് നമ്മൾ ഒരു റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യണം. നമ്മുടെ തൃശ്ശൂർ എറണാകുളത്തുള്ള ഒരു കമ്പനി റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ
അത് GST സിസ്റ്റം അനുസരിച്ച് വേ ബില്ലിലാണ് ആ പ്രോഡക്റ്റ് അവിടുന്ന് പുറപ്പെടുന്നത്. അപ്പോൾ ഇലക്ട്രോണിക് ബില്ലിങ്ങിലാണ് ആ കമ്പനിയുടെ റോ മെറ്റീരിയൽസ് നമുക്ക് ഇവിടേക്ക് വരുന്നത്. അപ്പോൾ വേ ബില്ല് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്താണ്, എവിടെ നിന്നാണ് ഇത് പുറപ്പെട്ടിട്ടുള്ളത്, ഏത് വഴിക്കാണ് വരുന്നത്, ഇത് എവിടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് ഗവൺമെന്റിനെ അറിയാൻ സാധിക്കും. അതൊരു ഗവൺമെന്റ് സംവിധാനമാണ്. അതുപോലെ തന്നെ വലിയ കച്ചവട സ്ഥാപനങ്ങൾ ബില്ല് ചെയ്യുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ഇത് GSTയിൽ എൻ്റർ ചെയ്യുന്ന അന്നൊന്ന് എൻ്റർ ചെയ്തു പോകുന്ന സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് വളരെ വലിയ ബിസിനസ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൃത്യമാർന്നിട്ടുള്ള സ്ലാബുകളും അല്ലെങ്കിൽ വലിയ ടേൺ ഓവേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ടേൺ ഓവർ കൂടുന്തോറും അതിൻ്റെ കണ്ടീഷൻസും വ്യത്യസ്തമാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യണം. അത് വലിയൊരു ഘടകമാണ്. അപ്പോൾ ഇതിൻ്റെ അക്കൗണ്ടിങ് വർക്കുകളും കാൽക്കുലേഷൻ വർക്കുകളൊക്കെ സ്വാഭാവികമായിട്ടും ആര് ചെയ്യും, ഫിനാൻഷ്യൽ അക്കൗണ്ട് ചെയ്യുമെങ്കിലും അതിൻ്റെ ഒരു പ്ലാനിങ് സൈഡിൽ വലിയൊരു സംഭാവന തന്നെ ആര് ചെയ്യേണ്ടി വരും, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ കേസ് ഇൻകം ടാക്സ് അല്ലേ. നമുക്കറിയാലോ, ഇൻകം ടാക്സ് നന്നായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ടാക്സ് പേയ്മെന്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. നല്ല രീതിയിൽ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് വെട്ടിക്കാതെ അതിൻ്റെ ഫ്രെയിം വർക്കിനുള്ളിൽ നിന്നുകൊണ്ട് പ്ലാൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻകം വരുന്നതും അല്ലെങ്കിൽ എക്സ്പെൻസസും ഒക്കെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ടാക്സ് നല്ല രീതിയിൽ സേവ് ചെയ്യാൻ സാധിക്കും. ടാക്സബിൾ എമൗണ്ടും മാക്സിമം കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ പോളിസി ഡിസിഷൻസ് കൂടി വരുന്ന കാരണം കൊണ്ട് ഇതിൻ്റെയൊക്കെ ഒരു പ്ലാനിങ് സൈഡിൽ ആരുണ്ടായിരിക്കണം, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് ചെയ്യാന്നുള്ളതാണ് അല്ലേ. റെക്കോർഡ് വളരെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിൻ്റെയൊക്കെ റെക്കോർഡ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് എന്നുള്ള. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷനോ ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സോ അതൊന്നല്ല മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്ലാനിങ് സൈഡാണ്. ടാക്സ് അസസ്മെന്റ് പ്ലാനിങ് സൈഡിൽ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഒരു ഫംഗ്ഷൻ വലിയ ഫംഗ്ഷനാണ്. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ഒരു ഫംഗ്ഷനായിട്ട് മാറുന്നത്. ദെൻ 9th പോയിന്റ്, ഗവൺമെന്റ് റിപ്പോർട്ടിംഗ്. He supervises the preparation of all the statements and returns which are to be submitted to the government periodically within due date. അപ്പോൾ ഗവൺമെന്റിന് കൃത്യമായിട്ടുള്ള റിട്ടേൺസ് പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റിട്ടേൺസ് കൃത്യമായിട്ട് ഗവൺമെന്റിന് പീരിയോഡിക്കലായിട്ട് 3 മാസമൊക്കെ കൂടുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കേണ്ടി വരും. അഡ്വാൻസ് ടാക്സ് അടയ്ക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം കൃത്യമായിട്ട് ഗവൺമെന്റ് തന്നെ കൃത്യമായിട്ട് റെക്കോർഡ്സ് പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള അഡ്വാൻസ് ടാക്സ് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള പീരിയോഡിക്കലി കൃത്യമായിട്ട് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ പീരിയോഡിക്കലായിട്ട് കൊടുക്കേണ്ട ടാക്സ് റിട്ടേൺസും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങൾ, ഞാനിപ്പോൾ ഇൻകം ടാക്സിന്റെ കാര്യം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. GST ഒക്കെ ആണെങ്കിൽ മന്ത്ലി റിട്ടേൺ ആണ്, മന്ത്ലി ഓൺലൈൻ റിട്ടേൺസ് ആണ് GSTക്കൊക്കെ. ഇൻകം ടാക്സ് അതുപോലെ തന്നെ 3 മാസം കൂടുമ്പോൾ ഓൺലൈൻ റിപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സൂപ്പർവൈസിങ് ഗവൺമെന്റ് റിപ്പോർട്ടിങ്ങിന്റെ ഒരു ഇപ്പം ഞാൻ ഈ പറഞ്ഞ ടാക്സ് മാത്രമല്ല കേട്ടോ, മറ്റ് പല കാര്യങ്ങളുണ്ട്. കമ്പനി രജിസ്ട്രാർ ആയിട്ട് ഉള്ള കാര്യങ്ങളുണ്ട്, കമ്പനി ലോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, മറ്റ് ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള റിപ്പോർട്ടിങ്ങിൻ്റെ നമ്മുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇങ്ങനെയുള്ള റിപ്പോർട്ട്സായിട്ട് ഗവൺമെന്റ് റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സൂപ്പർവൈസറായിട്ട് ആര് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് ആരുടെ ഫംഗ്ഷനാണ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഫംഗ്ഷനാണ്. The next is 10th point, appraisal of external effects. There may be changes in the state and the central government policies. Sometimes there may be amendments in the existing laws. These policy changes and amendments have an impact on the business. The extent of impact has to be assessed by the management accountant. Then it must be reported to the top management. അപ്പോൾ ഇവിടെ സെൻട്രൽ ഗവൺമെന്റ് ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് പോളിസീസിൽ ചേഞ്ചസ് വരാം അല്ലെ. പോളിസീസിൽ ചേഞ്ചസ് വരാം, ദെൻ ലോയില് ചേഞ്ചസ് വരാം,
അപ്പോൾ നമുക്കറിയാലോ പുതിയ കമ്പനി ലോ എന്ന് പറയുന്നത് 2013 വന്നിട്ടുള്ളത് അല്ലേ. ഒരുപാട് പ്രൊവിഷൻസ് ഒക്കെ ആയിട്ടാണ് 2013 കമ്പനി ലോ വന്നിട്ടുള്ളത്. കൂടുതലും കോർപ്പറേറ്റ് മേഖലയിൽ നടക്കുന്ന മറ്റ് ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് പറയുന്നുണ്ട്. പിന്നെ അതിൽ പറയുന്ന CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അത്തരം കാര്യങ്ങൾ അതിലുണ്ട്. അങ്ങനെ പുതിയ സെൻട്രൽ ഗവൺമെന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റെയോ ഭാഗത്തു നിന്നുള്ള പോളിസീസിൽ നിന്ന് വരുന്ന ചേഞ്ചസ് ഇത് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യുകയും അതിൻ്റെ ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് ടോപ്പ് ലെവൽ മാനേജേഴ്സിനെ എത്തിക്കുകയും അല്ലെങ്കിൽ അതൊരു റിപ്പോർട്ടായിട്ട് ടോപ്പ് ലെവൽ അതോറിറ്റീസിന് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഡിഫറൻസസ് വരാം. അപ്പോൾ നമുക്കറിയാലോ പോളിസി കൃത്യമായിട്ട് ചേഞ്ച് ചെയ്യും. പല മേഖലകളിലുണ്ട്. ഇപ്പോൾ ടെലിഫോൺ രംഗത്ത് ഉള്ള കമ്പനികൾ അല്ലെ, ഒരുപാട് കമ്പനികൾ, പുതിയ കമ്പനികൾ ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡറായിട്ട് മറ്റ് കോൾ പ്രൊവൈഡേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ ഗവൺമെന്റിന്റെ ഒരു നയത്തിലൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ കമ്പനികൾ അത് വലിയ രീതിയിൽ ചിലപ്പോൾ എന്ത് ചെയ്യാം, എഫക്ട് ചെയ്യാം. ഇപ്പൊ ഈ അടുത്ത കാലത്ത് തന്നെ കുട്ടികൾക്കറിയാലോ ചില ഏഷ്യൻ രാജ്യങ്ങൾ ഉള്ളൊരു ഡിസിഷൻ എടുക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ബിസിനസ് കമ്പനികളായിട്ടുള്ള, ഞാൻ പേര് പറയുന്നില്ല, കമ്പനികളിൽ നിന്ന് നമ്മൾ ഓരോ രാജ്യങ്ങളിലും അവരവർക്ക് ഉള്ള സെയിൽസിന്റെ ഒരു പ്രത്യേക ടാക്സ് ഓരോ രാജ്യങ്ങളിലും പേ ചെയ്യണം എന്നുള്ളൊരു പുതിയ നിയമം ആലോചിക്കുന്നു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം MNCs ഒക്കെ അമേരിക്ക ബേസ്ഡ് ആണ് അല്ലേ. അപ്പൊ അത്തരം കമ്പനികൾ, ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളൊക്കെ എന്ത് ചെയ്യുന്നു, അവരെ വലിയ പ്രോഫിറ്റ് അവരുണ്ടാക്കുന്നു. ഇത്തരം ഡെവലപ്പിംഗ് കൺട്രീസ് നിന്നായാലും അല്ലാത്ത രാജ്യങ്ങളിൽ നിന്നൊക്കെ വലിയ പ്രോഫിറ്റ് ആണ് അവർ എന്ത് ചെയ്യുന്നു, കൊണ്ടുപോകുന്നത്. അപ്പൊ ഇങ്ങനെ വലിയ പ്രോഫിറ്റ് കൊണ്ടുപോകുന്ന കമ്പനികൾക്ക് എന്ത് ചെയ്യാം, ഒരു ചെറിയ പോർഷൻ അവരിൽ നിന്ന് ടാക്സ് ആയിട്ട് ആർക്ക് ലഭിക്കണം, ഈ ബിസിനസ് വരുന്ന രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കണം എന്നുള്ളൊരു ഒരു പുതിയ ആശയം ഡിസ്കസ് ചെയ്യും. അപ്പൊ അതൊരു രാജ്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ അവിടെ നടത്തുന്ന ബിസിനസിന്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ് അവിടെ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ആ കമ്പനിയെ വലുതായിട്ടല്ലെങ്കിലും വളരെ ചെറുതായിട്ടാണെങ്കിലും എന്ത് ചെയ്യാം, ബാധിക്കാം അല്ലേ. ഇപ്പോൾ നമ്മുടെ നാട്ടില് എന്താണ്, ഇമ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും എന്താണ്, ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടുതലാണ്. ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടാനുള്ള കാരണം ഒരു പരിധി വരെ നമ്മുടെ ഇവിടെ ഉള്ള പ്രോഡക്ട്സിനെയും അവരുടെ അല്ലെങ്കിൽ എന്താണ് പ്രൊഡ്യൂസേഴ്സിനൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ആളുകൾ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ അതേ റേറ്റിന് കുറച്ചുകൂടി ഗുഡ് ക്വാളിറ്റി ഐറ്റം പുറത്തുനിന്ന് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. അപ്പൊ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടി 10 രൂപയുടെ സാധനം ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 200% അതിനെ ഡ്യൂട്ടി വെച്ച് കഴിഞ്ഞാൽ 20 രൂപ കൊടുത്തിട്ട് വേണം അത് എന്ത് ചെയ്യാൻ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ ഇവിടെ എത്തുമ്പോൾ അതിന്റെ വില 30 രൂപയായി അല്ലേ. അപ്പൊ 25 രൂപയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, അത് വിൽക്കാം. അപ്പൊ ആ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്നുള്ള ഒരു കണ്ടീഷൻ എടുത്തു കളഞ്ഞാൽ, അത് മാറ്റി വയ്ക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആ കമ്പനി എഫക്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്തുനിന്നും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാഗത്തുനിന്നും ഒരുപാട് റൂൾസ് ഉണ്ടാവാം. അപ്പം അത് സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ട റൂൾസ് ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് കാര്യങ്ങൾ, നമ്മുടെ വേസ്റ്റ് എന്താണ് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്പോസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ ആയിരിക്കാം, ഇക്കണോമിക്കൽ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ എൻവയോൺമെന്റൽ കാര്യങ്ങളായിരിക്കാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ ചേഞ്ചസ് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിൽ വരുന്നു, ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുകയും അതിന്റെ എന്താണ് നമ്മുടെ കമ്പനി എഫക്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലയോ എന്നുള്ളതല്ല, അതിന്റെ കൃത്യമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ റിപ്പോർട്ട് അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റിനെ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ വൈഡ് ഡ്യൂട്ടീസ് ആണ് പറയുന്നത് അല്ലെ, എല്ലാ ഏരിയയിലും വേണം. Then 11th point, economic appraisal. The economic condition of the nation is periodically published by the central government. Now the management accountant is to make economic appraisal and find the influence of economic condition over the business activities. In this aspect, he can prepare a report and submit before the top management along with his comments. അപ്പോൾ ഇവിടെ ഇക്കണോമിക് കണ്ടീഷൻ, രാജ്യത്തിന്റെ ഇക്കണോമിക് കണ്ടീഷൻ പീരിയോഡിക്കലായിട്ട് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, പബ്ലിഷ് ചെയ്യുന്നു
അല്ലെ? ഓരോ ദിവസവും നമുക്കറിയാം പബ്ലിഷ് ചെയ്യുന്ന സമയം വരുമ്പോൾ ആ പീരീഡ് അനുസരിച്ച് ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യും, അല്ലെ? ഗ്രോത്ത് റേറ്റ് എത്രയാണെന്നും ഇപ്പോഴത്തെ റേറ്റ്, നമ്മുടെ പ്ലാൻഡ് റേറ്റ് എത്രയാണ്, ഇപ്പോഴത്തെ റേറ്റ് എത്രയാണെന്നും പീരിയോഡിക് ആയിട്ട് ഗവൺമെന്റ് പറയും. ഇപ്പൊ കൊറോണ വന്ന സമയത്ത് നമുക്കറിയാം ഇപ്പോൾ ഗ്രോത്ത് 0 ഗ്രോത്ത് ഒക്കെയാണ് പല കേസിലും പറയുന്നത്. നമ്മുടെ പ്ലാൻഡ് ഗ്രോത്ത് കുറച്ചുകൂടി ഹയർ ഗ്രോത്ത് ആണ്. അപ്പൊ ഇവിടെ അത് നമുക്ക് ഊഹിക്കാലോ, അല്ലെ? കൊറോണ പോലെയുള്ള ഒരു പാൻഡമിക് സിറ്റുവേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ പറയുന്ന അതല്ല. ഇവിടെ പറയുന്ന ഇക്കണോമിക് കണ്ടീഷൻ, രാജ്യത്തിന്റെ ഇക്കണോമിക് കണ്ടീഷൻ സെൻട്രൽ ഗവൺമെന്റ് കൃത്യമായിട്ട് പീരിയോഡിക്കലായിട്ട് എന്ത് ചെയ്യുന്നു? പബ്ലിഷ് ചെയ്യുന്നു. ദെൻ എന്ത് ചെയ്യുന്നു? മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഇക്കണോമിക് അപ്രൈസൽ നടത്തണം. നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഇൻഫ്ലുവൻസ് ഓഫ് ഇക്കണോമിക് കണ്ടീഷൻ ഓവർ ദ ബിസിനസ് ആക്ടിവിറ്റീസ്, നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ മുകളിൽ വരുന്ന, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഓൾ ഓവർ ആയിട്ട് ബിസിനസ് ആക്ടിവിറ്റീസിന്റെ മുകളിൽ വരുന്ന ഇക്കണോമിക് എഫക്റ്റുകൾ എന്തൊക്കെയാണ്, ഇത് കൃത്യമായിട്ട് പഠിച്ച് റിപ്പോർട്ട് ആർക്ക് കൊടുക്കണം? ടോപ്പ് മാനേജ്മെന്റിനെ സബ്മിറ്റ് ചെയ്യണം. Then 12th point, protection of assets. This function is performed through maintenance of separate fixed assets register for each type of fixed assets. Moreover, he can frame the rules and regulations for using each type of fixed asset. He can take insurance coverage to all type of fixed assets. അപ്പോൾ ഫിക്സഡ് അസറ്റിനെ ആദ്യം വേണ്ടത് സെപ്പറേറ്റ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഓരോ ഫിക്സഡ് അസറ്റിനും അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സിന് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. അത് ഓരോ ടൈപ്പിനും, ഇപ്പം മെഷീനറീസ് ആണെങ്കിൽ അതൊരു രജിസ്റ്റർ, മറ്റ് ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അത് വേറെ രജിസ്റ്റർ, അങ്ങനെ കൃത്യമായിട്ട് രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. ഒന്ന്, ആ ഫിക്സഡ് അസറ്റുകൾ ഉപയോഗിക്കാനുള്ള ഡയറക്ഷൻസ് അത് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക. അപ്പം നമുക്കറിയാം, ഒരു കമ്പ്യൂട്ടർ ലാബിലേക്ക് കടക്കുകയാണെങ്കിൽ അവിടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, അല്ലെ? ചെരുപ്പ് പുറത്ത് വയ്ക്കണം, അല്ലെങ്കിൽ നമ്മുടെ ബാഗോ മറ്റു കാര്യങ്ങളോ കൊണ്ടുപോകാൻ പാടില്ല, അങ്ങനെയുള്ള കുറെ ഇൻസ്ട്രക്ഷൻസ് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ ഇതിന്റെ ഡയറക്ഷൻസ് ടു യൂസ് ദ മെഷീൻ അത് കൃത്യമായിട്ട് ആരെഴുതി വയ്ക്കണം? കൃത്യമായിട്ട് പറയണം, ഈ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് പറയണം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞു. ഓരോ ഫിക്സഡ് അസറ്റും ഉപയോഗിക്കാനുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. Then he can take insurance coverage to all types of fixed asset. എല്ലാ ടൈപ്പ് ഫിക്സഡ് അസറ്റിനും മതിയായിട്ടുള്ള ഇൻഷുറൻസ് കവറേജ് ആര് കൊടുത്തിരിക്കണം? ഈ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് കൊടുക്കല്ല, മാനേജ്മെന്റ് അക്കൗണ്ടന്റ് കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് ഉറപ്പുവരുത്തണം, ഇൻഷുറൻസ് കവറേജ് ഉറപ്പുവരുത്തണം. അപ്പൊ ഇവിടെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റിലെ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെന്റിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ആദ്യം പഠിച്ചത് അഡ്വാൻസ്ഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ മീനിങ് എന്താണ്, അതിന്റെ ഡെഫിനേഷൻ എന്താണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡെവലപ്പ് ചെയ്തത് എന്തുകൊണ്ടാണ്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ള ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം, അത് തുടങ്ങി ക്യാരക്ടറിസ്റ്റിക്സ്, സ്കോപ്പ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഫങ്ഷൻസ്, ദെൻ മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ക്വാളിറ്റീസ്, റോൾ ഓഫ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, അല്ലെങ്കിൽ റോൾ ഓഫ് സ്ട്രാറ്റജിക് പ്ലാനിങ് ഇൻ ബിസിനസ് ബൈ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ദെൻ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഇങ്ങനെയുള്ള കുറേ ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത്. അപ്പം ഇതിൽ ഒരു 80% ടോപ്പിക്കും നേരത്തെ BCom ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, കുറച്ച് ഭാഗമാണ് പഠിക്കാത്തത്. അപ്പോൾ കുറച്ച് ഡീപ്പായിട്ട് പല പോയിന്റുകളും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ് തന്നെ കുറച്ചുകൂടെയൊക്കെ വൈഡായിട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതുമ്പോൾ എക്സാമിനേഷൻ എഴുതുമ്പോൾ MCom അല്ലെ, PG എക്സാമിനേഷൻ അല്ലേ, അപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ എഴുതണം. നമ്മളൊരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് BComന് ആൻസർ ചെയ്ത പോലെ പോരാ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 5 പോയിന്റ് എഴുതി ചെറിയ എക്സ്പ്ലനേഷൻ എഴുതി നിർത്തിയാൽ പോരാ.
അതിൻ്റെ മാർക്ക് എത്രയാണെങ്കിൽ അത് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഴുതുന്നത് പ്ലാൻ ചെയ്യണം. അപ്പം എങ്ങനെ എഴുതാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഫോർ എക്സാമ്പിൾ, ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ പോയിന്റ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ട്രാൻസ്ഫേർഡ് ടു മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഓഫ് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അത് തന്നെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ. കാരണം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ നമുക്ക് ഓരോന്ന് എക്സാമ്പിൾസ് എടുക്കാം. ഇപ്പൊ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ടാണ്. റേഷ്യോ അനാലിസിസ് എവിടെ നിന്നാണ് എടുക്കുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ്. ഇങ്ങനെ വെച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ കൊടുത്ത് എഴുതാം. അപ്പൊ അതിനൊരു കപ്പാസിറ്റി കുട്ടികൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം നമുക്കുള്ള ടോപ്പിക് ചിലപ്പോൾ ടെക്സ്റ്റിലെ ഒരു പാരഗ്രാഫേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു 5 പോയിന്റേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. നമ്മളതിന് ഇലാബറേറ്റ് ചെയ്തെടുക്കാൻ ഉള്ള കപ്പാസിറ്റി PG സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ എഴുതാനൊരു ടോപ്പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എഴുതാൻ നമുക്ക് കപ്പാസിറ്റി ഉണ്ടാവും. അതിന് 2 കാര്യമേ വേണ്ടൂ. ഒന്ന്, നല്ല വൊക്കാബുലറി ഉണ്ടാവും. എല്ലാ വേർഡ്സും കൊമേഴ്സായിട്ട് ബന്ധപ്പെട്ട സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ട വേർഡ്സ് ഒക്കെ നമുക്കറിയണം. 2, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ സെൻറ്റൻസുകൾ വന്നുകൊണ്ടേയിരിക്കണം. അപ്പോൾ അതിനെ നന്നായിട്ട് ബുക്ക് വായിക്കുക. ക്ലാസ് ഇപ്പോൾ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി വേണ്ടതെന്ന് പറഞ്ഞാൽ റെഫറൻസ്, ഒരു വൈഡ് റെഫറൻസ് കുട്ടികൾക്ക് ആവശ്യമാണ്. ഇപ്പോൾ ഈ ബുക്കൊക്കെ വലിയ ടെക്സ്റ്റുകൾ, നല്ല റെഫറൻസ് ബുക്കുകൾ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. ഇപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളുണ്ട്, എനിക്കറിയാം. അത്തരം ബുക്കുകൾ നന്നായിട്ട് എന്ത് ചെയ്യുക, റെഫറൻസ് നടത്തുക. അപ്പോൾ നമുക്ക് കുറേ അധികം, ഒരുപാട് വായിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് എഴുതാൻ പറ്റും. അപ്പോൾ മാക്സിമം കുട്ടികൾ എന്ത് ചെയ്യുക, റെഫറൻസ് വലിയൊരു ഘടകമാണ്. PG ക്ലാസ്സുകളിൽ നന്നായിട്ട് റെഫർ ചെയ്യുക. ഇനി നമുക്ക് എടുക്കാനുള്ളത് 5ാമത്തെ മൊഡ്യൂളാണ്. 1ാമത്തെ മൊഡ്യൂളിന് ശേഷം എനിക്ക് എടുക്കാനുള്ള 5ാമത്തെ മൊഡ്യൂളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിനിടയ്ക്കുള്ള 2, 3, 4 മൊഡ്യൂളുകൾ കുറച്ച് ഇലാബറേറ്റ് ആയിട്ടുള്ള വൈഡ് മൊഡ്യൂൾസ് ആണ്. അതെടുക്കുന്നത് ജാസ്മിൻ ടീച്ചറാണ്. 1ാമത്തെ മൊഡ്യൂൾ ഇൻട്രൊഡക്ഷൻ ആണ്. 5ാമത്തെ മൊഡ്യൂള് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. അപ്പൊ ഇനി എനിക്ക് എടുക്കാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത് കുട്ടികൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? മാർജിനൽ കോസ്റ്റ് മീൻസ് ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഫോർ an additional unit, or it is the cost of producing an additional unit. ഒരു അഡീഷണൽ യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്നത് പെൻസിൽസ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. 500 പെൻസിൽ നമ്മൾ ഉണ്ടാക്കി. അപ്പൊ ഞാൻ പറഞ്ഞ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് 501ാമത്തെ. അപ്പൊ 501ാമത്തെ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം അഡീഷണൽ, അതുണ്ടാക്കാനുള്ള കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മാർജിനൽ കോസ്റ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് വേരിയബിൾ കോസ്റ്റ്, അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റിനെ വേരിയബിൾ കോസ്റ്റ് എന്ന് നമുക്ക് പറയാം. അപ്പോ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റിനെ നമ്മൾ എന്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ ഒരു പ്രോഡക്റ്റിന്റെ കോസ്റ്റിനെ ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ എന്നൊക്കെ ഡിവൈഡ് ചെയ്യാം. സെമി വേരിയബിളിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സെമി വേരിയബിൾ എന്ന് പറയുന്നത് അപ് ടു എൻ എക്സ്റ്റെന്റ് ഫിക്സഡ്, ദെൻ ഇറ്റ് ഈസ് വേരിയബിൾ. അപ്പൊ അതിനെ ആ എക്സ്റ്റെന്റ് വെച്ച് നമ്മൾ ഫിക്സഡിലേക്കോ വേരിയബിളിലേക്കോ മാറ്റുന്നു. എന്നിട്ട് മാർജിനൽ കോസ്റ്റിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിസിഷൻസ് എടുക്കുന്നു. അപ്പൊ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, എല്ലാ കോസ്റ്റിനെയും 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ഡിവൈഡ് ചെയ്യും. ഫിക്സഡ് കോസ്റ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഫിക്സഡ് കോസ്റ്റ് ഈസ് റിമെയിൻ ഫിക്സഡ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ്. ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യുന്നു? ഫിക്സഡ് ആയിട്ട് റിമെയിൻ ചെയ്യുന്നു, എല്ലാ ലെവൽസിലും റിമെയിൻ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റ് പെൻസിലാണ്. നമ്മൾ ഒരു പെൻസിൽ ഉണ്ടാക്കിയാലും 5000 പെൻസിൽ ഉണ്ടാക്കിയാലും ഫിക്സഡ് കോസ്റ്റ് സെയിം ആയിരിക്കും.
ഫോർ എക്സാമ്പിൾ റെന്റ് ഓഫ് ദി ഫാക്ടറി ബിൽഡിംഗ്. നമ്മൾ റെന്റിലാണ് ഫാക്ടറി ബിൽഡിംഗ് എടുത്തിട്ടുള്ളെങ്കിൽ ആ ഫാക്ടറി അടച്ചിട്ടാലും അതിൽ 5000 പെൻസിൽ ഉണ്ടാക്കിയാലും 500 പെൻസിൽ ഉണ്ടാക്കിയാലും പെൻസിലൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സെയിം റെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ റെന്റ് പോലെയുള്ള അല്ലെങ്കിൽ ഫിക്സഡ് എക്സ്പെൻസസ് എന്ന് പറയുന്ന ഐറ്റം ഫിക്സഡ് ആണ് എല്ലാ ആക്ടിവിറ്റീസ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് റിലവൻറ്റ് ഫോർ എ ഡിസിഷൻ മേക്കിംഗ്. അല്ലെങ്കിൽ അത് അത്ര കണ്ട് ഇമ്പോർട്ടൻ്റ് അല്ല. എന്തിനു വേണ്ടി? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി. അപ്പം അതുകൊണ്ട് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റുകളാണ് കൂടുതലും, അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ആണ് കൂടുതലും ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അപ്പൊ ഡിസിഷൻ മേക്കിങ്ങിന് കൂടുതലും ഉപയോഗിക്കുന്നത് വേരിയബിൾ കോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഫിക്സഡ് കോസ്റ്റിന് വലിയ പ്രാധാന്യം എവിടെ കൊടുക്കുന്നില്ല? മാർജിനൽ കോസ്റ്റിംഗിൽ കൊടുക്കുന്നില്ല. അപ്പൊ ഇത് ഞാനൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. എന്തായാലും നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് അടുത്ത ദിവസമാണ് തുടങ്ങാൻ സാധിക്കുള്ളൂ. ഇന്നത്തെ ദിവസം എന്താണ് മാർജിനൽ കോസ്റ്റ് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു അഡീഷണൽ യൂണിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? മാർജിനൽ കോസ്റ്റിങ്ങിന് വലിയ അപ്ലിക്കേഷൻ ഉള്ളൊരു ടോപ്പിക്കാണ്. പക്ഷെ ഒരു ഗുണമുള്ളത്, ആ മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഈസി ആയിരിക്കും എന്നെനിക്കറിയാം. എന്തായാലും നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്ന് ഞാനിവിടെ ക്ലാസ് നിർത്തുകയാണ്. താങ്ക് യു.